ഇന്നൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൂരപ്പം എന്നോ മുട്ടയപ്പം എന്നൊക്കെ പറയാം. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പച്ചരി ഇടാം. നന്നായി കഴുകി ഒരു 4 മണിക്കൂറോളം പുതിർത്തി വെച്ച അരിയാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചോറാണ്. നമ്മൾ അരിയും ചോറും ഒരേ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ മധുരത്തിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് മധുരം കൂടി പോകരുത്. ഒരു ലൈറ്റ് മധുരമാണ് ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണം. വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും അതേപോലെ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പൊരിച്ചെടുക്കണം. കാരണം എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടായോ എന്ന് നോക്കിയ ശേഷം അതിലേക്ക് ഓരോന്നായി ഒഴിച്ചു കൊടുക്കാം. കുഴിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. 2 സൈഡും ഒരേപോലെ മറിച്ചിട്ട് വേവിച്ച ശേഷം എടുക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.